സാറ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സാറ് ഈ റീഡിങ്ങിന് വേണ്ടിയിട്ട് സാർ ഒരിക്കലൊരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. സാറ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കാലിനടിയിൽ ഒരു മാറ്റ് വെക്കാറുണ്ട് എന്ന് പറഞ്ഞു. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനും നമ്മുടെ നെർവസ് സിസ്റ്റവും കംപ്ലീറ്റ്ലി ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ നമ്മുടെ ഞരമ്പിന്റെ സർഫസ് എന്ന് പറയുന്നത് സോഡിയം പൊട്ടാസ്യം അയോൺസ് ആണ്. ഈ അയോൺസിനകത്തൊരു ഇലക്ട്രോൺ വന്നിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിനകത്തോട് ജമ്പ് ചെയ്ത് ഇത് അയോൺ ആക്കി മാറ്റിയിട്ട് മറ്റേതിനെ ഫുൾ ആറ്റം ആക്കും. അങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇരിക്കുമ്പോൾ നമ്മുടെ കാല് തറയിൽ തൊടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഈ ഇലക്ട്രോൺസ് ഭൂമിയിലേക്ക് എസ്കേപ്പ് ചെയ്യും. അതോടെ നമ്മൾ വളരെ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. അപ്പൊ ചിലര് ഈ ബക്കറ്റിനകത്ത് വെള്ളത്തിനകത്ത് കാല് വെച്ചിരുന്ന് പഠിക്കും. ഉറക്കം വരികയില്ല, മണിക്കൂർ വായിക്കാൻ പറ്റും. പക്ഷെ ആ കുട്ടിയെ കൊണ്ട് പിറ്റേ ദിവസം ഒന്നും പഠിക്കാൻ പറ്റിയത്. കാരണം ഈ വെള്ളത്തിൽ കാല് വെക്കുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ഇലക്ട്രോൺസ് വെള്ളത്തിലോട്ട് ഡിസപ്പിയർ ചെയ്യുന്നതുകൊണ്ടാണ് തല ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, ഉറക്കാതെ നിൽക്കുന്നത്. അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ കുട്ടിക്ക് എഴുന്നേക്കാനോ ഒന്നും പഠിക്കാനോ പറ്റിയത്. അപ്പൊ നമ്മൾ ചെരുപ്പിടാതെ നടന്നു കഴിഞ്ഞാൽ, ബെയർ ഫുട്ടായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു 15-20 കിലോമീറ്റർ നടക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു. കാരണം നമ്മൾ ആ നടക്കുന്ന പ്രോസസ്സിൽ നമുക്ക് ഈ ഇലക്ട്രോൺ നഷ്ടപ്പെടുക. എന്നാൽ ഒരു പ്ലാസ്റ്റിക്കോ ഒരു റബ്ബറോ ചപ്പലോ ഇട്ടുകൊണ്ട് നടന്നാൽ നമുക്കൊരു 40 കിലോമീറ്റർ നടന്നാൽ കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും. അപ്പൊ പോലീസുകാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഷൂസ് ഇട്ടു, അതിനകത്ത് ബൂട്ട്സ് ആക്കി കഴിഞ്ഞാൽ മുട്ട് വരെ ലെതർ കൊണ്ട് കവർ ചെയ്താണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റൂട്ട് മാർച്ചിന് പോകുമ്പോൾ 60-65 കിലോമീറ്റർ നടക്കാൻ പറ്റുന്നത്. കാരണം ദർ ഇസ് നോ ഇലക്ട്രോണിക് ഓർ അയോണിക് ലോസ്, നടക്കാൻ പറ്റും. അപ്പം ഭൂമിയുമായി ബന്ധമില്ലാതെ ശരീരത്തെ കീപ്പ് ചെയ്തേക്കാം, എങ്കിലേ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് രാജാക്കന്മാരിരിക്കുന്ന സിംഹാസനത്തിന് കാല് വെക്കാനായിട്ട് തലയണ കൊണ്ടൊരു സാധനം. അപ്പൊ കോട്ടൺ പൂറസ് കണ്ടക്ടർ ഇലക്ട്രിസിറ്റിയാണ്. അപ്പൊ കോട്ടൺ ഉപയോഗിച്ചൊരു ഒരു തലയണ ഈ രാജാവിന്റെ സിംഹാസനത്തിന്റെ കാല് വെക്കുന്ന സ്ഥലത്ത് വെച്ചേക്കും. എങ്കിലേ ഈ രാജാവിന്റെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കുള്ളൂ. ഇല്ലെങ്കിൽ രാജാവ് വെട്ടടാ തലയെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയങ്ങ് പോകും, മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് രാജാവിന്റെ തല ശരിക്കും പ്രവർത്തിക്കാൻ വേണ്ടി ഈ ഫുഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സാധനം പഞ്ഞി കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ഇരിക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മറക്കാതിരിക്കാൻ ബുദ്ധിയുള്ള ബുക്കിനകത്ത് ഒരു ചാപ്റ്റർ മുഴുവൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഈ ഫിസിക്കൽ കണ്ടീഷൻസിൽ എന്തൊക്കെയാണ് മാറ്റാൻ പറ്റിയാൽ എങ്ങനെയാണത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിനകത്ത് ചാപ്റ്റർ ചേർത്തിട്ടുണ്ട്. അത് ശരി. അത് തീർച്ചയായിട്ടും നമ്മളുടെ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ധാരാളം ആസ്പിരൻസ് ഉണ്ട്. അവരെല്ലാ പുസ്തകം തീർച്ചയായിട്ടും വാങ്ങണം. അവർക്ക് എന്തായാലും അത് പ്രയോജനപ്രദം